ഹലോ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ആക്രാന്തം കാരണം ഞാനൊരു മരത്തിൽ കയറിയ ഒരു സംഭവത്തെ പറ്റി പറയാൻ വന്നത്. അങ്ങനെ രാവിലെ ആയപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് ഗ്യാസ് വരും, അതുകൊണ്ട് സിലിണ്ടർ എടുത്ത് കാലി സിലിണ്ടർ എടുത്ത് വീടിന്റെ മേലോട്ട് വെക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴി ഒരു കുത്തനെ ഇറക്കമായതുകൊണ്ടും അത് മാത്രമല്ല വണ്ടികൾ വന്നാൽ തിരിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും ഇങ്ങോട്ട് വണ്ടികളൊന്നും അധികം ഇറക്കാറില്ല. വീടിന്റെ അടുത്ത് ഒരു 100 മീറ്റർ ഹൈറ്റ് കയറിയാലേ ഈ സിലിണ്ടർ അവിടെ കൊണ്ട് വെക്കാൻ പറ്റും. അവിടെ ഒരു വണ്ടി വരത്തുള്ളൂ. അങ്ങനെ അത് കഷ്ടപ്പെട്ട് ബുക്ക് ചെയ്ത് റോഡിന്റെ മേലെ കയറി റോഡ് സൈഡിൽ വെച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീട്ടിൽ കയറി ഗ്യാസിന്റെ ബുക്കും പൈസ ഏൽപ്പിച്ചിട്ട് നേരെ പോയത് വണ്ടിയുടെ ഫ്രണ്ട് ടയർ മാറാൻ. കാരണം വേറെ സ്കോർപ്പിയുടെ പഞ്ചർ ഒട്ടിക്കുന്ന തിരക്കിലായിരുന്നു. നമുക്ക് ഇതൊക്കെ സമയമില്ലാത്തതുകൊണ്ട് ടൂൾസ് മേടിച്ച് പിന്നെ ഞാൻ തന്നെ ടയർ ജോലി. അപ്പോൾ നേരെ പോയത് ഞങ്ങൾ കൊട്ടാരക്കര SP ഓഫീസിലാണ്. അവിടെ നേരത്തെ പെറ്റി അടച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. എത്ര കാലമായാലും പെറ്റി അടച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫോളോവേഴ്സ് കുറച്ചൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെറ്റി അടച്ചു തരാം. അങ്ങനെ അവർ 7 പേർ പെറ്റി അടക്കണം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര SP ഓഫീസിൽ പോയി അവർ പെറ്റി അടച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു കാർ നോക്കാൻ ഞങ്ങൾ കാർ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം ഹോബി RC കാർ വാങ്ങാൻ വേണ്ടിയാണ് പോയത്. പക്ഷേ ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ട് എൻ്റെ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ അത് പിന്നെ മേടിക്കാന്ന് വെച്ചാൽ നേരെ വീട്ടിലോട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മയും ചേച്ചി എല്ലാവരും കൂടെ മരത്തിന്റെ മുകളിലോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഞാൻ കാര്യം തിരക്കിയപ്പോൾ മനസ്സിലായത് കാരക്ക എന്ന് പറയുന്ന സാധനം എന്താ പിടിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇച്ചിരി മാറിയിരിക്കുന്ന മരമായിട്ട് ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു. അവരെല്ലാം നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനും ക്യാമറമാനും കൂടെ ചാടി കയറി മരത്തിലോട്ട്. ഞാൻ നല്ല എത്തുന്നത് വെച്ച് പിച്ചിപ്പറിച്ച് താഴെയിറങ്ങിയപ്പോൾ ആര് വീണ് ചെറിയതെല്ലാം കൂടെ ചേട്ടനും ചേട്ടനും കൂടെ പിച്ചിപ്പറക്കിയെടുത്ത് ബക്കറ്റ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ പറക്കിയെടുത്ത് ബക്കറ്റ് ഇട്ടപ്പോൾ ബക്കറ്റ് നിറച്ച് സാധനം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അപ്പുറമുള്ള നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ച് കൊടുത്തു, അല്ലാത്തവർക്കും കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, എല്ലാം പറഞ്ഞതുപോലെ കാണും.